ശബരിമലയിലെ SIT എങ്ങനെ പോകണം എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. അത് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലുള്ളൊരു ഒരു അന്വേഷണ വിഭാഗമാണ്. അവർ കുറേ അധികം ആളുകളെ പിടിക്കുന്നുണ്ട്. അവർ ഇതിൻ്റെ ഇടയ്ക്കൊന്ന് സൈലൻ്റായി പോയി, കുറച്ചൊന്ന് ഡള്ളായി. ആ ഡള്ളായപ്പോൾ തന്നെ കോടതി നല്ല തിരി കൊടുത്തു, നല്ലതുപോലെ തിരിമുറുക്കി. അപ്പോൾ വീണ്ടും അവർ പിരിമുറുക്കിയപ്പോൾ വീണ്ടും അവർ ടൈറ്റായി. അവർ ഇപ്പോൾ EDയുടെ സമ്മർദ്ദം കൂടെ വന്നപ്പോൾ വളരെ ടൈറ്റായി പോകുന്നു. ഇന്നലെ തന്ത്രി അറസ്റ്റ് ചെയ്തു. അടുത്ത അറസ്റ്റ് എന്ന് പറയുന്നത് മന്ത്രിയാണോ എന്ന്, അതായത് മുൻ മന്ത്രിയാണോ എന്നുള്ളതാണ്. ഇതിനിടയിൽ നല്ല രസകരമായ ഒരു ചർച്ച നടക്കുന്നത്, സുധാകരനെ ഒഴിവാക്കിയത്. സുധാകരൻ മന്ത്രിയായിരുന്നല്ലോ, 10 വർഷം മുമ്പ് ദേവസ്വം മന്ത്രിയായിരുന്നു. സുധാകരൻ ഇരുന്നപ്പോൾ ഈ കാര്യങ്ങളൊന്നും അവിടെ നടപ്പിലാക്കാൻ സമ്മതിച്ചില്ല. അപ്പോൾ സുധാകരൻ ഒരു തടസ്സമായതുകൊണ്ടാണ് സുധാകരനെ അങ്ങ് ഒഴിവാക്കിയെന്നാണ്. ഈ കൊള്ള നടത്താൻ ഞാൻ അനുവദിച്ചില്ല എന്നുള്ളതാണ് സുധാകരൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ കൊള്ള നടത്താൻ അനുവദിക്കാത്തതുകൊണ്ട് എന്നെ മാറ്റിയെന്ന് സുധാകരൻ പറയുകയാണെങ്കിൽ, കൊള്ള നടത്താൻ അനുവദിച്ചൊരു മന്ത്രി ആണ് കടകംപള്ളി സുരേന്ദ്രൻ എന്നും സുധാകരൻ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യണം, അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അതുപോലെ തന്നെ PS പ്രശാന്തിനെയും ചോദ്യം ചെയ്യണം. ഇവരുടെയൊക്കെ ലിസ്റ്റ് ഇപ്പോൾ 2 മണിക്കൂറിന് മുമ്പ് ED ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ ലിസ്റ്റിൽ PS പ്രശാന്തുണ്ട്, കടകംപള്ളി സുരേന്ദ്രനുണ്ട്, പിന്നെ മറ്റേ ഒരുപാട് ടീം അംഗങ്ങളുണ്ട്. ഇനി വാസവൻ വരുമോ, മുഖ്യമന്ത്രി വരുമോ, അതുപോലെ സോണിയാഗാന്ധി വരുമോ, ആന്റണി വരുമോ, അടൂർ പ്രകാശ് വരുമോ, അതൊക്കെയാണ് നമുക്ക് അറിയാനുള്ളത്. അത് നമുക്ക് വരുന്ന ദിവസങ്ങളിലേ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും ED ഡയറക്റ്റായിട്ട് ഇതിനകത്ത് ബന്ധപ്പെട്ടിരിക്കുന്ന ഇപ്പോൾ പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, അങ്ങനെ ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർ, ഉണ്ണികൃഷ്ണൻ പോറ്റി ഉദ്യോഗസ്ഥനല്ല, അങ്ങനെ ദേവസ്വം ഉദ്യോഗസ്ഥർ, ഗോവർദ്ധൻ, പിന്നെ ഭണ്ഡാരി, പിന്നെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകൾ, പിന്നെ വാസു, പിന്നെ നമ്മുടെ പത്മകുമാർ, എല്ലാവരുടെയും ഇത് ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ പോറ്റിയുടെ ആപ്പിൾ ഫോൺ തന്ത്രിയുടെ ഫോൺ പിടിച്ചെടുത്തിരിക്കുകയാണ് SIT. അങ്ങനെ വളരെ ഗുരുതരമായ രീതിയിലാണ് പോകുന്നത്. തന്ത്രി എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയ സംഭവമാണ്. 15 രാജ്യങ്ങളിലാണ് ക്ഷേത്രങ്ങളിൽ ഉള്ളത്. അവിടെയൊക്കെ പോയി പൂജ നടത്താൻ ചെല്ലുമ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയാൽ കാറിൽ കയറ്റി, കാറിൽ നിന്ന് വിമാനത്താവളത്തിൽ നിന്ന് ആരതി ഒഴിഞ്ഞ്, അവിടെ ചെല്ലുമ്പോൾ ക്ഷേത്രത്തിൽ ആരതി ഒഴിഞ്ഞ് താലപ്പൊലി കൊണ്ടുപോയി പാദപൂജ ചെയ്ത്, എന്തൊരു വലിയ മനുഷ്യനാണ് തന്ത്രി. വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ ശോണിതവും അണിഞ്ഞയ്യോ ശിവശിവ, അധികാരവും സമ്പത്തും എല്ലാം ദൈവം തരും, പല നാൾ ചെയ്യും കള്ളം ഒരു നാൾ പിടിക്കപ്പെടും എന്ന് അയ്യപ്പൻ കൈവിട്ടില്ലേ തന്ത്രിയെ. അടുത്തത് മന്ത്രി, ബാക്കിയുള്ള മുൻമന്ത്രി, ഇപ്പോഴത്തെ മന്ത്രി, ബാക്കിയുള്ള ആളുകളെയും പിടിക്കപ്പെടും. അത് പിടിക്കണം. അതുകൊണ്ട് SITക്ക് സമയം കൊടുക്കുക. അവർക്ക് 6 ആഴ്ച സമയമുണ്ട്. അവർ കട്ടയം ബോർഡും മടക്കിയിട്ടില്ല. അവർ തുടരുകയാണ് അവരുടെ യാത്ര. അവരെ അനാവശ്യമായി നമ്മൾ സമ്മർദ്ദപ്പെടുത്തേണ്ട. തന്ത്രിയെ പിടിച്ചാൽ ഉടൻ മന്ത്രിയെ പിടിക്കണം, മന്ത്രിയെ പിടിച്ചാലേ തന്ത്രിയെ പിടിക്കാവൂ, അല്ലെങ്കിൽ മന്ത്രിയെ പിടിച്ചിട്ട് തന്ത്രിയെ പിടിക്കാം എന്നൊന്ന് പറയുന്നതിനകത്തൊന്നും ന്യായമില്ല. അവരവരുടെ സീക്വൻസ് അനുസരിച്ച് പിടിക്കട്ടെ. എന്നായാലും മന്ത്രിയെയും ചോദ്യം ചെയ്യണം, പൊളിറ്റിക്കൽ ലീഡർമാരെയും ചോദ്യം ചെയ്യണം, എല്ലാവരെയും ചോദ്യം ചെയ്യുകയും 4 ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുകയും വേണം. ഒന്ന്, ശബരിമല അയ്യപ്പൻ്റെ എത്ര സ്വർണം, ഏതെല്ലാം രൂപത്തിലുള്ള വിഗ്രഹങ്ങൾ അവിടെ നിന്ന് അടിച്ചു മാറ്റി, വിഗ്രഹങ്ങളും കട്ടളപ്പാട് ഉൾപ്പെടെ ഏതെല്ലാം വസ്തുക്കൾ അവിടെ നിന്ന് അടിച്ചു മാറ്റി. 2, ആ തൊണ്ടി മുതൽ എവിടെയാണുള്ളത്. 3, തൊണ്ടി മുതൽ ഒറിജിനൽ രൂപത്തിലാണോ വിവിധ രൂപത്തിലേക്ക് മാറ്റിയോ. 4, ഇതിൽ ഡയറക്റ്റ് പങ്കെടുത്തതാരൊക്കെ, അതിൻ്റെ ഫലമായി സാമ്പത്തികവും അല്ലാതെയല്ല ഗുണഫലങ്ങൾ കിട്ടിയവർ ആരൊക്കെ, അവർ സംസ്ഥാനത്തിനകത്ത് മാത്രമാണോ, രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലാണോ, വിവിധ ലോക രാജ്യങ്ങളിലാണോ, ഇതറിയാൻ നമുക്ക് താല്പര്യമുണ്ട്. ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കളിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്, ആരൊക്കെയാണ് ഇതിൻ്റെ സെലിബ്രിറ്റികൾ, ആരൊക്കെയാണ് ഇതിൻ്റെ ഉദ്യോഗസ്ഥ സംവിധാനം, ഇത്രയും. പിന്നെ തന്ത്രി കുടുംബത്തിൽപ്പെട്ട ആരൊക്കെ, ഈ തന്ത്രിമാരെ മാത്രമല്ല, ഇനി കുടുംബത്തിലുള്ള ആരെങ്കിലും ഇതിനകത്ത് പെട്ടിട്ടുണ്ടോ, മേൽശാന്തിമാരുണ്ടോ, കീഴ്ശാന്തിമാരുണ്ടോ, ആരെങ്കിലും പരികർമ്മിമാരുണ്ടോ. കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ ഒരു പരികർമ്മിയാണ്. ആരെല്ലാം ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് അറിയാൻ പൊതുസമൂഹത്തിന് താല്പര്യമുണ്ട്. അതിനാവശ്യമായ സാവകാശം കൊടുക്കുക. രാഹുൽ ഈശ്വറെ, നമുക്ക് ബഹളമൊക്കെ സാവധാനം മതി.